ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഗായ്സ്. നമുക്ക് മൈൻക്രാഫ്റ്റ് 12ാമത്തെ പാർട്ടിലോട്ട് സ്വാഗതം ഗായ്സ്. നമ്മൾ നിർത്തിപ്പോയത് വില്ലേജറിൻ്റെ ബ്രീഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഇതിലായിരുന്നു നിർത്തിപ്പോയിരുന്നത്. അപ്പം അതിൻ്റെ ബാക്കി നോക്കാം. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ലൈക്ക് ഒരു ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഒരു 50 ആയിക്കോട്ടെ. അതൊക്കെ ചെറിയൊരു ഇതൊക്കെയാണ്, ഓഫറൊക്കെയാണ്. 50 ലൈക്കൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല, അതാണ് സങ്കടം. പിന്നെ അവിടെ നടക്കുന്ന വില്ലേജറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അധികം സോംബികൾ എടുത്ത് വരാക്കാൻ ടോർച്ച് അവിടെയും ഇവിടെയൊക്കെ വെച്ചിരിക്കണമെന്ന് അറിയില്ല. ഇനി നൈറ്റ് ആയാലേ അറിയുള്ളൂ. നൈറ്റ് ആകാതെക്കാൻ ഏതായാലും കയ്യിൽ കുറച്ച് മൂന്നോ രണ്ടോ ബെഡ് ഉണ്ട്. അത് എടുത്താണ്ട് പെട്ടെന്ന് ഉറങ്ങി ഇതാക്കി മതി. അതാകുമ്പോൾ സോംബികൾ അറ്റാക്ക് കിട്ടൂല. പിന്നെ ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. നമുക്ക് ഇനി ഗ്ലാസ്സുകൾ മാത്രം വെച്ചാൽ മതി. ഗ്ലാസ് മാത്രമല്ല, ട്രാപ്പ് ഡോറും വേണം. അത് ഞാൻ ഉണ്ടാക്കിയില്ല. ട്രാപ്പ് അതിനല്ല പറയാം, ട്രാപ്പ് ഡോർ ഉണ്ടാക്കിയില്ല. അത് ഉണ്ടാക്കാൻ വിട്ടുപോയി. നമുക്കിത് തിന്ന് ചുറ്റോരം അതിലുള്ള ഗ്ലാസ് ഉണ്ടാവുക. ആകെ ഒരു സ്റ്റാക്ക് ഗ്ലാസ് ഉള്ളൂ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞൊരു ലോങ് വീഡിയോ ഇട്ടില്ലേ, മറ്റേ ഹൊറർ എപ്പിസോഡിൻ്റെ ഇതിൻ്റെയൊക്കെ. അതിൽ ആ സ്മോവ് വന്നപ്പോഴാണ് എൻ്റെ സൗണ്ടൊക്കെ പോയത്. ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് നോക്കണേ, അപ്ലോഡ് ആക്കുമ്പോഴാണ് ഞാൻ നോക്കണേ ആ സൗണ്ട് പോയത്. ഞാൻ അപ്പോഴാണ് ശ്രദ്ധിച്ചതൊക്കെ. കാരണം ക്രീച്ചറിൻ്റെ സൗണ്ട് ഒരുമാതിരി ആർത്തണ്ടല്ല ഒരു സൗണ്ടായതുകൊണ്ട് എനിക്ക് സൗണ്ട് കേൾക്കില്ലാത്ത രീതിയിലാണ് അതിൽ നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യാറ്റും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു, നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി കിടന്നുറങ്ങുക. അല്ലെങ്കിൽ സോംബികൾ വന്നാണ്ട് വില്ലേജറിന് അറ്റാക്ക് ചെയ്യും. ഇവിടെ നിന്നാണ് കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കാം. കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പം നെറ്റ് സ്കിപ്പ് ചെയ്തു. ഇപ്പം നമ്മളിവിടെ ഉണ്ട്. ഗ്ലാസ് ഒന്നും പൊട്ടിച്ചല്ലേ. ഗ്ലാസ് പൊട്ടിച്ച് കഴിഞ്ഞ് വേറെ ഗ്ലാസ് ഉണ്ടാക്കണം. സ്മെൽറ്റ് ചെയ്യാൻ സംഭവം ഉണ്ടോ നോക്കണം. എന്തൊക്കെ കഷ്ടപ്പാടാണ്. പക്ഷെ ഏറ്റവും കഷ്ടപ്പാട് വില്ലേജറിനെ കയറ്റാനും വില്ലേജ് ബ്രീഡാവാനും ഈറ്റങ്ങളെ കൊണ്ടുപോകാനാണ് കഷ്ടപ്പാട് ഗൈസ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങൾ പകുതിമുക്കാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും. പകുതിമുക്കാൽ ചിലവർ കളിച്ചിട്ടുണ്ടാവില്ല, ചിലവർ കളിച്ചിട്ടുണ്ടാവും മൈൻക്രാഫ്റ്റ്. ഇപ്പം അങ്ങനെയൊന്നും സാധ്യതയില്ല. ഇപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട്. ഇനി കളിക്കാരുണ്ടോ ഇല്ലെന്ന് വെച്ചറിയില്ല, അതൊന്നും ഞാൻ നോക്കിയില്ല. അപ്പോൾ കളിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളൊക്കെ മൈൻക്രാഫ്റ്റ് കളിക്കാറുണ്ട് അല്ലെങ്കിൽ കളിക്കാറില്ല. പിന്നെ മൈൻക്രാഫ്റ്റിൽ ബോറടിച്ചുന്ന പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കമൻറ്റ് ചെയ്യുക. ഇച്ച് ബോറടിച്ചണ ഏതാണെന്ന് വെച്ചാൽ ക്രീപ്പറാണ് ഗൈസ്. ക്രീപ്പർ അതിനെ കൊണ്ടൊരു നഷ്ടക്കേടാണ്. ഇന്ത്യയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ പകുതിയിലോ അല്ലെങ്കിൽ ഫുള്ളിലാക്കി വെക്കുമ്പോൾ ക്രീപ്പർ എന്നാൽ മൊത്തമായിട്ടും പൊട്ടിത്തെറിപ്പിച്ച് അല്ലെങ്കിൽ പകുതി പൊട്ടിത്തെറിപ്പിച്ച് ഒക്കെ നാശാക്കും. പക്ഷെ അതാണ് ക്രീപ്പറിന് ഇഷ്ടമല്ലാത്തത്. ക്രീപ്പറിനെ കണ്ണീര് വരെ കണ്ടുപിടിച്ച് അതിലൊരു സ്റ്റാക്ക് ഉണ്ട്. അത് മതിയോ? ഇതിന് ധാരാളം. അപ്പം ഇതൊന്ന് സ്മെൽറ്റായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാം. ഗൈസ്, ഇപ്പം കോളിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അയക്കണ്.
ഞാൻ രണ്ടെണ്ണേ 18 ഗ്ലാസ് ഇട്ട് 18 മതിയാവും തോന്നുന്നു. 18 മതിയാവൂലേ? മതിയാവൊക്കെ പോയൊക്കെ കണ്ടിട്ട് തോന്നില്ല. ഇപ്പം എന്തിനാടെ ചാടി ചാടി ഓക്കെ. നമുക്ക് നേരെ അങ്ങോട്ടുമില്ല. പക്ഷേ ഇതെടുത്ത കൈസ് നമ്മൾ ഇപ്പോൾ ക്യാരറ്റാ വേണ്ടത് പൊട്ടാറ്റോ വേണ്ടത്? വില്ലേജറിന് ബ്രീഡ് കഴിഞ്ഞിട്ട് ഓൽക്കിത് കൊടുക്കണ്ടേ? ചീവിടിൻ്റെ സൗണ്ട് കേൾക്കാൻ വാങ്ങി. പിന്നെ കൈസ് വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ ഇഞ്ച സൗണ്ടിനെക്കാട്ടിൽ കൂടുതൽ ഈ പെരൻ്റെ ചുറ്റിലെ ഓരോ ചീവീട് അല്ലെങ്കിൽ കാക്കച്ചി അങ്ങനത്തെ കുറേ ശബ്ദങ്ങളാണ് ഇഞ്ച സൗണ്ടിനെക്കാട്ടിലും കൂടുതൽ കേൾക്കാറ്. അതെന്താ ചെയ്യാൻ പറ്റും? അതൊന്നും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മളെ സൗണ്ടും കൊടുക്കണം. നമ്മളെ സൗണ്ട് കൊടുക്കാതെ പറ്റില്ലല്ലോ. അല്ലാതെ വെറുതെ ഇങ്ങനെ ഉണ്ടാതെ ഒന്നും കാര്യമാതെ ഒന്നും പറയാതെ നിന്നാൽ അതെന്തായി? ചിലവർ ചിലപ്പോൾ വീഡിയോ കാണില്ല, വീഡിയോ ചിലവർ കാണും. എന്ത് ചെയ്യാറ്റും ഐറ്റോട് അടക്കി വെക്കാൻ പറ്റില്ലല്ലോ. ഈ ചീവിടിൻ്റെ ആണെങ്കിലും കാക്കച്ചാടാണെങ്കിലും പക്ഷികളാണെങ്കിലും. പിന്നെ അതല്ലേ ഗൈസ്, കുറച്ച് റെയറായിട്ടുള്ളൊരു സംഭവമല്ലേ ഈ സാധനം. ഈ ഒരു കാപ്പിയും വെള്ളയില്ലത് റെയറായിട്ടുള്ള സാധനമാണിത്. ഇതിനെ എപ്പോഴേലോ ആഴ്ചയിലോ കൊല്ലങ്ങൾക്ക് ശേഷം തീറ്റങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാറ്റും ഇതിനെ കെട്ടിയാൻ പറ്റില്ല. ശരി, അത് മോശമായി. അത് പറ്റില്ല കേട്ടോ. അതെന്താ പറ്റി? എല്ലാ ആടേനും പശുക്കളൊക്കെ അറ്റുണ്ടല്ലോ, ഈറ്റങ്ങളെ മാത്രം എന്താ പറ്റാത്തത്? ഇതിനെ കയറിലിട്ട് കെട്ടിക്കിട്ടാൻ കൊണ്ടുപോകാൻ പറ്റില്ല. അതെന്താ ബിൽക്ക് മാത്രം എന്താ പ്രത്യേകത? വേറെല്ല വില്ലേജറല്ല അയങ്കോളം ആട് പശു പിന്നെ പൂച്ചനെ അത് ഞാൻ നോക്കിയില്ല. പൂച്ചൻ്റെ കാര്യം ഞാൻ നോക്കിയില്ല. പിന്നെ കോഴി അതിനങ്ങളൊക്കെ ഈ ലീഡ് ഉപയോഗിച്ചാണ്ട് വലിച്ചുകൊണ്ടിരുന്നുണ്ട്. പിന്നെ ഈ ബോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിനെ മാത്രം എന്താ പറ്റാത്തത്? ഇത് ആഴ്ചയിലോ കൊല്ലത്തിലോ കിട്ടുന്ന റേറ്റുള്ള സാധനമാണ് ഈ കാപ്പി കളറിലെ സംഭവം. ഈ ഒരു പാണ്ട പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഉപേക്ഷിച്ച് പോകല്ലാതെ വേറെ വഴിയില്ല. ഇനിയിപ്പോൾ ഇവിടെ എന്താ കാട്ടാല്ലേ? ഇതൊന്നും കാട്ടാല്ലെന്ന് വെച്ചാൽ ബെഡ് വെക്കണോ? തന്നെ ബെഡ് വെക്കണ്ടല്ലോ. 4 ട്രാക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. 4 തന്നെ വെച്ചാൽ ഒന്ന് എക്സ്ട്രാ ആണ് ഗൈസ്. കാരണം ഒന്ന് അവിടെയും വെക്കണം, പിന്നെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിൽ മറ്റേ കല്ലോടെ വെക്കണം. ഞാൻ ഈ സൈഡിലൊക്കെ വെച്ച് കല്ലില്ലേ ആ ഒരു കല്ല് വെക്കണം. നൈറ്റ് ആകാൻ തുടങ്ങിയോ എന്നൊരു സംശയം. നൈറ്റ് ആവുന്നുണ്ട്. ഇത് വർക്കാവുമല്ലോ, വർക്കഡ് ആകുമെന്ന് വെച്ചറിയില്ല. ഈ വില്ലേജ് ബ്രീഡ് ഉണ്ടാക്കണത് വർക്കിങ് ചിലപ്പോൾ ആവും, ചിലപ്പോഴേ ചിലവരൊക്കെ ഇതിൽ ചാടുള്ളൂ. ഈ ട്രാപ്ഡോർ ഇവിടെ വെക്കുമ്പോൾ ചില വില്ലേജർ ബേബിയെ ഇതിലേക്ക് ചാടുള്ളൂ. അല്ലാത്തവരൊക്കെ ഈ ചുറ്റിലും ഇങ്ങനെ വണ്ടിപ്പാഞ്ഞിറക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഐറ്റങ്ങളൊക്കെ വലുതാവും. അപ്പോൾ ഐറ്റങ്ങൾക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ തടസ്സങ്ങളുണ്ട്. നൈറ്റാണ് വേഗം കടന്നിറങ്ങട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആഴ്ച തൊട്ട് പോലെ കൊണ്ടുവരേണ്ടി വരും. അതൊരു ആലോചിച്ച് കഴിയുമ്പോൾ ഭ്രാന്താവും.
കാരണം കഴിഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഒരു ഈറ്റങ്ങളെ കൊണ്ടുവരാനുള്ളത്. ഒരു ഭാഗത്ത് അടങ്ങിക്കൂല ഇവരൊന്നും. ഞാൻ ഇതൊന്നും സെറ്റപ്പ് ആക്കി എടുത്തിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം ഗൈസ്. അതിൻ്റെ മുന്നേ കോള് കണ്ടുപിടിച്ചണം. അതിന് വേറെ വഴിയൊന്നും വേണ്ട. നമുക്ക് ഈ മരങ്ങളൊക്കെ അല്ലേ, ആ ഭാഗത്തുള്ള മരങ്ങളൊക്കെ വെട്ടി മുറിച്ചാണ്ട് കോളിൽ വരാതാക്കാം. അത് അല്ലെങ്കിൽ ഇത് ഒരുക്കണമെങ്കിലും വേണ്ടേ, ഇത് ഒരുക്കേണ്ടി കോൾ പോലെ ആക്കണം വേണമെന്ന്. അതിനും വേണ്ടത് കോളാണെങ്കിലും എന്താണെങ്കിലും വേണ്ടി. അതെല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഇപ്പം ആരാന് വേറെ ഒന്നിച്ച് പറയാനില്ല ഗൈസ്. ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറേജ് ബോക്സിൽ നോക്കിയപ്പോഴാണ് ഒക്കെ സംഭവങ്ങളൊക്കെ അവിടെ എവിടെയും പിടിയിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇതാക്കണ ഒരു സ്റ്റാക്ക് കോള്, പിന്നെ 11 കോള്, പിന്നെ ആക്കണ ഒരു സ്റ്റാക്ക് ഗ്ലാസ്, പിന്നെ നമ്മളതിൽ ഈ ഒരു ഗ്ലാസ് കൂടി ചേർത്താൽ അര സ്റ്റാക്ക് ആവാനായി. ഒരു ഗ്ലാസ് കൂടി കിട്ടിയാൽ അര സ്റ്റാക്ക് ഗ്ലാസ്സായി. പിന്നെ അവിടെ വാർണസിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്ഷാമൊന്നുമില്ല. ക്ഷാമല്ലത് ആകല്ലത് അയൺ മാത്രമേ ഉള്ളൂ. അയണിനാണ് നമുക്ക് ക്ഷാമം, അല്ലാത്തൊരു ക്ഷാമം നമുക്കില്ല. ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ആകെ ഒരു ബുദ്ധിമുട്ട് അയൺ മാത്രമേ ഉള്ളൂ. ആകെ ഒരു 3 അയണുണ്ട്. പിന്നെ നമുക്കെന്താ ഇപ്പം ക്ഷാമമില്ലത്. പിന്നുള്ളത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഉരുളങ്കിഴങ്ങാണ്. പൊട്ടാറ്റോ എടുക്കണോ ക്യാരറ്റ് എടുക്കണ്ട്. നമ്മളതിൽ സ്കെൽറ്റൻ്റെ ബോൺ അതൊന്നുണ്ട്. ഇതിൽ 18 ഉണ്ട്. അപ്പോൾ 19 വേറെ ഇതിൽ നമ്മളൊന്നും ഇല്ല. ക്യാരറ്റ് അവിടെ 2 വലുതായിട്ടുണ്ട്. ആ 2 ചിലപ്പോൾ 4 കിട്ടാൻ സാധ്യതയുണ്ട്. 4 3 ആ സ്റ്റോറേജ് ബോക്സിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി ഗൈസ്. ആയിട്ടാണ് ഇതെടുത്ത്. ഏതായാലും ഈ 2 ക്യാരറ്റ് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ പ്ലേസ് ചെയ്ത് ഇതാക്കി വെക്കണം. കൊച്ചു വാട്ടർ സോംബി. ഓ മൈ ഗോഡ്. എൻ്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽ ഇപ്പം മയ്യത്തായി എന്ന് പറയാൻ. അത് നൈറ്റായി കഴിഞ്ഞാൽ പറയാൻ വേറെ വാക്കുകളില്ല. 6 കിട്ടിയില്ലേ. ഇനി ഇതിപ്പോൾ പ്ലേസ് ചെയ്യുക, ഇനി ബോൺവെൽ ചെയ്യുക. കയ്യിലുള്ള മൊത്തം ഇതാക്കിയിട്ട് നമുക്ക് എത്ര കിട്ടും നോക്കട്ടെ. അപ്പം എത്ര കിട്ടുന്നുള്ളത് ആയി കഴിഞ്ഞിട്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാം. നമുക്ക് ആകെ കിട്ടിയത് 26 കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒന്ന് കുഴിച്ചിട്ടാണ്ട് ഇവിടെ 3 ഈ ഒരു ഭാഗത്ത് 2 അങ്ങനെയൊക്കെയാണ് കുഴിച്ചിട്ടാണ് കിട്ടിയതാണ്. ഒരു 26 26 പോരാ, ഒരു സ്റ്റേക്കേലും വേണം. എന്താണെന്ന് വെച്ചാൽ പകുതി അവിടെ കുഴിച്ചിട്ടാണ്ട്, എന്നിട്ട് ബാക്കി പകുതി
ഓർക്കും കൊടുക്കണം. എന്നാലേ ഒരു ബ്രീഡും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഒന്നാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും? സംഭവം കുറച്ചൊക്കെ ഇതായിക്കാണ്, സെറ്റപ്പ് ആയിക്കാണ്. രണ്ടാളും ആ ബെഡിൽ കണക്റ്റ് ആയിക്കണ്. പിന്നെ ഇതിൽ ഒരാൾ കണക്റ്റ് ആയിക്കണ്. അഞ്ച് ക്യാരറ്റ് ഇത് എൻ്റെ വത്തക കഥ കൊണ്ടുപോകണോ? ഇത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ, അതിനെ കൊണ്ടുപോയി. കുഴപ്പമൊന്നുമില്ല, കുറച്ച് ഫുഡ് പരിയില്ലേ. കഴിച്ച പിന്നെ ഇനി നൈറ്റ് ആവാനേ അത്താട് ഒരാൾ തെറ്റായപ്പോൾ ഒരാൾ തെറ്റാവണല്ലോ. മറ്റൊരിൽ അങ്ങനെ ഇല്ലല്ലോ. രണ്ടാളും ഒന്നും കണക്റ്റ് ആകുന്നുണ്ട്. വേറെ ലോറിയിലൊക്കെ ഒന്ന് തന്നെ മതി ബ്രീഡിന് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷേ ഓല് ചിലപ്പോൾ നമ്മളെ കാണാതെ വേറെ എവിടെയെങ്കിലും വെക്കുന്നുണ്ടോയെന്ന് വെച്ചറിയില്ല. ഏതായാലും ഇപ്പം എന്താ, നമുക്കിത് ഇവിടെ ഒക്കെ നമ്മളതിൻ്റെ സോറി ഗൈസ്, ഞാനത് അവിടെ വെച്ചത് മറന്നുപോയി. അപ്പം അതൊന്നും എടുത്തോണ്ടിരട്ടെ ഗൈസ്. ഇപ്പം നൈറ്റ് ആകാൻ കാത്തൊക്കെയാണ്. പക്ഷേ നൈറ്റ് ആയപ്പോൾ ഇനി എത്ര മണിക്കൂർ പിടിച്ചപ്പോൾ ഒന്ന് താഴത്തേക്കൊന്ന് ഇതാവാനായിട്ട്. എത്ര ടൈം ആയപ്പോൾ ഞാൻ അവിടെ നിൽക്കണപ്പോൾ ഇത് ബലിയും കൊണ്ട്. ഇനിയിപ്പോൾ അതല്ല പേടി, ഇനി ബോട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടേലും വണ്ടിപ്പാഞ്ഞ് പോകുമെന്നാണ് പേടിച്ചിട്ടപ്പോൾ അതിന് ഇത്തയിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാട്ടിയ കടഞ്ഞ് അതാ പോണു നീങ്ങിപ്പോയി. ഇതൊരു ബാക്കൊക്കെ പോകാനാണ് ബ്ലോക്ക് കഴിഞ്ഞ്. നമുക്ക് ഫുഡെടുക്കാം. ഇനി ഇവിടെയും തടസ്സമൊന്ന് വെച്ചേക്കാം, കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേറെ എടുക്കുകയൊക്കെ പോര്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഗൈസ്, വല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് എങ്ങോട്ടേലും പോകാതിരിക്കാനാണ് ഞാനിപ്പോൾ അത് ഇങ്ങനെ കാട്ടുന്നത്. ഇനി നമുക്ക് ഓരോ നിൽക്കട ബോട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ബോട്ട് പൊട്ടിച്ചെങ്കിൽ കുഴപ്പമില്ല, എന്താകുമോ വല്ല മേത്തട്ടാന്ന്. ഉള്ളിക്കയറ് അങ്ങനെ ഒരാൾ തെറ്റായി, രണ്ടാമത്തെ ആളും സെറ്റായി. ഓക്കേ, ഇപ്പം എന്ത് ചെയ്യാം? അപ്പം നമുക്കിനി ബാക്കി പരിപാടി നോക്കാം. ബാക്കി പരിപാടി നോക്കാം. ഓക്കേ, ഫസ്റ്റത്തെ പരിപാടി എവിടെ? ട്രാപ്പ് ഗ്ലാസ് അല്ല, ട്രാപ്പ് ഡോർ ഉണ്ട്. ട്രാപ്പ് ഡോർ ഓരോ പേരും കൊണ്ടുവന്ന് വെച്ചാണ്. അങ്ങനത്തെ ഒരു തള്ളിയിൽ തീരാത്ത രണ്ട് പേരും കൊണ്ട് വെച്ച്. ഇനി നമുക്കിത് ഒന്ന് അവിടെ പിക്കാക്സ്. ഓക്കെ, സെറ്റ്. ഒന്നത് ഇവിടെ വെച്ച് ഇവിടെയും വെച്ച് ഇവിടെയൊക്കെ വേണം. ഒന്നുകൂടി ബാക്ക് പോകണോ? ബാക്കൊക്കെ ഇനി പോകണോ പോകണ്ടെന്ന് ആലോചിച്ചു. എവിടെ
വീണ്ടും മുകളിൽ കയറി അങ്ങോട്ട് മുകളിൽ കയറി പോണ് ലാസ്റ്റ് ഇടിച്ചാനെ. അപ്പം അത് സെറ്റായി. ഇനി അടിയത്തത് പൊട്ടിച്ചേക്കാം. അത് ഓക്കെ. പിന്നെ മുകളിൽ ഈ ഭാഗത്തു നിന്ന് വെക്കേണ്ടത് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെക്കേണ്ടത്. നമുക്ക് ഇങ്ങനത്തെ നോക്കാം. ഓക്കെ സെറ്റ്. ഇങ്ങനത്തിനാണ് കയറേണ്ടത്. ഇങ്ങനത്തിൻ്റെ കരം. ഓ സ്കെൽറ്റൻ്റെ താട്. എവിടെ കണ്ടിരുന്നത്? പോയോ? പോയത് ഏതായാലും നന്നായി. പക്ഷേ ഇങ്ങനെ നൈറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോരാം. ഗൈസ് ഇപ്പോൾ നമുക്ക് ഒരു കാര്യം കാണിച്ചു തരാം. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, മെയിൻ നിൽക്കാൻ കഴിയാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഓക്കെ പാണ്ട തരത്ത് നിൽക്കുന്നു. എന്ത് പറ്റിയാവോ? ചിലപ്പോൾ അതിനാണ് ഇടക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമല്ലോ, അതിൽ സംഭവിച്ചതാണോ എന്നൊരു സംശയം. ഓക്കെ തരവ് തന്നെ നിൽക്കണമുണ്ട്, നടക്കണമുണ്ട്. കണ്ടോ, എന്ത് ചെയ്യാം, സഹായിച്ചു നോക്കാം. എങ്ങനെ ഇപ്പം സഹായിച്ചു? ഇങ്ങനെ സഹായിച്ച അതല്ലാതെ വേറെ വഴിയില്ല. അപ്പം പിന്നെ പറയാനുള്ളത് നമ്മളെ ബ്രീഡറാണ്, വില്ലേജർ ബ്രീഡ് ചെയ്തത്. അതിൻ്റെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ വില്ലേജ് ബേബിയാണ് പ്രശ്നം. കഴിക്കണ കുപ്പായ കൊണ്ട് പഴയ രീതിയിൽ തന്നെ കാണിച്ചുതരാം. മെയിൻ ചെയ്താക്കുന്നു നമുക്ക്. ഹലോ, സ്റ്റോണോടെ ഇങ്ങനെ വെച്ച് പോയി ഉണ്ടല്ലേ. താഴെപ്പം മറിഞ്ഞ് നിൽക്കുകയാണ്. കണ്ടോ, എന്താ വില്ലേജ് ബേബിൻ്റെ കുപ്പായം തന്നെ വരില്ല വരുന്നല്ലോ. ഇത് ഇങ്ങനെയല്ല സ്പോഞ്ച് ജാബിൻ്റെ അരി. സ്പോഞ്ച് ജാബിലുണ്ടായ കുട്ടിയാണോ അല്ലാതെ ഈ ഒരു ബയോമിൻ്റെ പ്രശ്നമാണോ, ഇങ്ങനത്തെ സ്ഥലത്തിൻ്റെ പ്രശ്നമാണോ ഒരു സംശയം ഇല്ലായിരുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷിയും കാര്യങ്ങളില്ല. ഇതൊരു സംഭവം ഇവിടെ ഒന്നും കാണാനില്ല. അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഓക്കെ, അതിൻ്റെ കുപ്പായം നോക്കിയാൽ സ്പോഞ്ച് ജോബിൻ്റെ തൊപ്പി, സ്പോഞ്ച് ജോബിൻ്റെ കുപ്പായം വെച്ചത്. എന്തെങ്കിലും പ്രശ്നം എന്തത്? പിന്നെ അത് മാത്രമല്ല, ഇതാണെങ്കിൽ ഇതിലേക്ക് ചാടണമില്ല. ചിലവരിലൊക്കെ ചാടുന്നുണ്ട്, പക്ഷെ ഇന്ത്യയിൽ മാത്രം ചാടുന്നില്ല. എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല, പക്ഷേ ചാടുന്നില്ല. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്കറിയില്ല. ഞാനിത് വേറെ യൂട്യൂബറുകളിൽ നോക്കിയാണ്ട് തന്നെ ഉണ്ടാക്കിയത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇന്ത്യയിൽ മാത്രം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതിൽ വില്ലേജർ വൈബാണ്, ഇതിലേക്ക് ചാടണമില്ല, നൈറ്റായിട്ടും ചാടുന്നില്ല, ഇങ്ങനെ ഈ ഒരു നേരത്തും ചാടുന്നില്ല. ഇത് ഞാൻ അവിടെ കടന്നിങ്ങനെ വട്ടം കറങ്ങിയത് കുറേ ദിവസം കഴിഞ്ഞത് വലുതാവും. പിന്നെ വേറൊരു വില്ലേജർ വേവ് ഉണ്ടാവും, അപ്പോൾ അതും ഇങ്ങനെ അവിടെ കടന്നിങ്ങനെ വട്ടം കറങ്ങി ഇതാവും എന്നല്ലാതെ ഇത് തോന്നില്ല, നടക്കുന്നില്ല. എന്താ പ്രശ്നം എന്ന്
ഒരെത്തും പേടിയും കിട്ടില്ല ഗൈസ്. ഗൈസ് ഇത് ഞാനിത് ഈ ഒരു വില്ലേജ് ബേബി ഇത് ഇപ്പം ചാടും, ഇന്ന് ചാടും, ഇന്ന് ചാടും, നാളെ ചാടും, മറ്റന്നാളെ ചാടും പറഞ്ഞ് ഇങ്ങനെ കാത്തിക്കുക. ഇത് ചാടണം കാണില്ല, ഒന്നും കാണില്ല. ഇതിവിടെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വണ്ടിപ്പാഞ്ഞ് നടക്കുക എന്നല്ലാതെ ഒന്നും കാണില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് അങ്ങനെ തന്നെ കയറും കണ്ടോ. അത് വലുതായി, ആ ഒരു കുപ്പായം അങ്ങനെ തന്നെയായി. ഈ ഒരു സ്ഥലം തന്നെ ശരിയില്ല, ഒരു തീട്ട സ്ഥലം, ഒരു ശരി തന്നെയില്ല ഈ ഒരു ഇത്. ഇനിയിപ്പോൾ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ചണീനല്ല കൈ സങ്കടം, പക്ഷെ എൻ്റെ വീടില്ലേ, വീട് പൊട്ടിച്ചണീനാണ് സങ്കടം. പിന്നെ അത് മാത്രമല്ല വീടിലുള്ള സാധനങ്ങളും, പിന്നെ കുഴിച്ചിട്ടുണ്ടാക്കിയത്, പിന്നെ ഞാൻ സ്മെൽറ്റാക്കിയ ഈ ഒരു ഗ്ലാസ്, ഞാൻ ഉണ്ടാക്കിയ ഒരു ബോട്ട്, ഒക്കെ കളഞ്ഞ് ഞാൻ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വെറൈറ്റി ആയ സ്ഥലം ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഇങ്ങനത്തെ ഒരു സ്ഥലവും, പിന്നെ അവിടെ കാണാൻ ഒരു അങ്ങനത്തെ ഒരു ഇതും, പിന്നെ ആ ഒരു ഭാഗത്ത് പോയാൽ വേറൊരു ഭയമായിട്ടുള്ള ഒരു സ്ഥലവും, അങ്ങനെ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ കാണാൻ സ്ഥലത്ത് ഞാൻ വീടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒക്കെ ഒരു താമസമാക്കാന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ ഇന്നത്തെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചായ ഒരു കുപ്പ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതൊക്കെ വെറൈറ്റി ആയിക്കോട്ടെ ഇട്ടിട്ടാണോ ബലും വെറൈറ്റി ആയത്? അങ്ങനെയാണെങ്കിൽ മറ്റൊരു വെറൈറ്റി ആവണ്ടല്ലേ. ഇത് ഇപ്പം ഉണ്ടാവണ കുട്ടികൾ മാത്രം വെറൈറ്റി ആയിട്ടില്ല കുട്ടികൾ, അത് കഷ്ടമാണിത്. ഇതിലാൽ മെച്ചം മറ്റേതായിരുന്നു കേസ്. ഇബലൊരു ചില്ലും കൂട്ടിലാക്കിക്കുക, പിന്നെ രണ്ടാൾക്കാരെ ചില്ലും കൂട്ടിലാക്കിക്കുക, എന്നിട്ട് കുറേ ബെഡ് ഉണ്ടാക്കുക, ഒരു ചുറ്റോറ് ബെഡ് വെച്ചിട്ട് എത്ര ബെഡ് വെക്കണോ അത്രയും വില്ലേജർ ബേബിയും കിട്ടും, ഇതാവും ചെയ്യും. പക്ഷേ ഇനിയിപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് ഞാൻ ഉണ്ടാക്കണ്ട. ഇഞ്ഞത് ഇവരാണെങ്കിൽ ഇതാവണമില്ല, വേറെ ബ്രീഡാവണമില്ല. പിന്നെ അത് മാത്രമല്ല വില്ലേജ് ബേബി ഇതിലേക്ക് ചാടണമില്ല. ഞാൻ ഉണ്ടാക്കിയതിൽ വെക്കണതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ വേറെ പറയാനുള്ളത്, കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് ഗൈസ്, കുറേ ഒരു 30-40 ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല. അതെന്താ ഗൈസ് ലൈക്ക് ചെയ്യാത്ത? എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്, നല്ല ലൈക്ക് ചെയ്ത് ഒരു സന്തോഷം കിട്ടുള്ളൂ. പിന്നെ അത് മാത്രമല്ല വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ വീഡിയോ ഇടാനും പറ്റുള്ളൂ. ഇതിപ്പോൾ ഒന്ന് പോരാൻ കഴിയില്ലല്ലോ. ഇതേമാതിരി ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ വീഡിയോ ഇടാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോക്കിൽ അധികം ലൈക്ക് വീണ ആരും ലൈക്ക് ചെയ്യണില്ല. എന്ത് കഷ്ടക്കാലം, അതിലപ്പത്ത് പറയാം ഇതിനൊക്കെ.
ശരി എന്നാ നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ. ഈ ഒരു വീഡിയോക്കായാലും നിങ്ങൾ ലൈക്കും പിന്നെ എത്ര ആൾക്കാർ കാണണം, കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ വീഡിയോ ഇടുള്ളൂ. ഞാൻ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും വീഡിയോ ഇടുള്ളൂ. കാരണം ആ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നില്ല, പിന്നെ റീൽസൊക്കെ ഇടുമ്പോൾ ആരും കാണുന്നില്ല. ആയിക്കോട്ടെ, ബൈ ബൈ ബൈ. ഒരു ടാറ്റൊക്കെ തന്നെ ഞങ്ങളെ പറഞ്ഞേക്കാം. ഒരു ടാറ്റോടി കിട്ടിയില്ല അറിയണ്ട, ഞങ്ങൾ ഒരു ടാറ്റോടി തന്നു. ബൈ ബൈ.